ബിഗ് ബോസ് സീസൺ 7 കോമണറായി അപ്ലൈ ചെയ്ത എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷയൊക്കെ വിട്ട് തന്നെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ ആ കോമൺ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഞാനിത് നേരിട്ട് ഏഷ്യാനെറ്റ് PR ടീമിനെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മയെ കാണുന്നതെങ്കിൽ സീരിയൽ ഗ്രാൻഡ്മ സബ്സ്ക്രൈബ് ചെയ്യുക. മിനിസ്ക്രീൻ വിശേഷങ്ങൾ പൂർണ്ണമായും ഗോസിപ്പോ വളച്ചൊടിക്കലോ ഇല്ലാതെ നിങ്ങൾക്ക് എത്തിച്ചു തരാം. ജൂലൈ 10 കോമണർ എൻട്രിക്കുള്ള ലാസ്റ്റ് ഡേറ്റ് വെച്ചിരുന്നത്. എൻട്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. വെറും 3 ദിവസമേ ആയിട്ടുള്ളൂ. സോ ഇതുവരെ ഏഷ്യാനെറ്റ് ആരെയും വിളിച്ചിട്ടില്ല. ആരെയെങ്കിലും വിളിച്ചോ എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. ആരെയും ഇതുവരെ വിളിച്ചു തുടങ്ങിയിട്ടില്ല. എന്നാൽ ഈ ആഴ്ച നിങ്ങൾക്ക് എന്തായാലും കോൾ പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ കോൾ വരും. നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള 3 മിനിറ്റുള്ള ഒരൊറ്റ വീഡിയോയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളെ ആരെയും തന്നെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കില്ല. പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 3 സെറ്റ് ഇന്റർവ്യൂ നടത്തി വ്യക്തമായി നിങ്ങളുടെ പ്രൊഫൈല് പരിശോധിച്ച ശേഷം മാത്രമേ ഈ ഒരു സെലക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ബിഗ് ബോസ് സീസൺ 6 കോമണറായിട്ട് വ്യക്തികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓഡിഷൻ ബിഗ് ബോസ് ടീം കൊണ്ടുവന്നു. ഏഷ്യാനെറ്റ് മൈജിയുമായി പാർട്ണർഷിപ്പ് നടത്തിയായിരുന്നു ആദ്യത്തെ ഘട്ടം നടത്തിയത്. അതൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. 3 മിനിറ്റുള്ള വീഡിയോ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നിന്ന് എടുക്കുക, അത് അവർ നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റിൽ കയറി അപ്ലോഡ് ചെയ്യുക. ഇതായിരുന്നു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സ് അവസാനിച്ചിട്ട് വെറും 3 ദിവസമേ ആകുന്നുള്ളൂ. ജൂലൈ 10 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. ബിഗ് ബോസ് ടീം പ്രതീക്ഷിച്ചതിലും നല്ല റെസ്പോൺസ് ഉണ്ടായി എന്ന് വേണം സോഷ്യൽ മീഡിയയിൽ നിന്നും മനസ്സിലാക്കാൻ. കാരണം മൈക്രോ ഇൻഫ്ലുവൻസർ മാത്രമല്ല, നിലവിൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് വീഡിയോകളിലൊക്കെ വൈറലായിട്ടുള്ള ഒട്ടനവധി പേരാണ് ഓഡിഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്നാൽ അത്രയും തന്നെ സാധാരണക്കാരും ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പലർക്കും ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് റീച്ച് ഉള്ളവരെയാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്യുക എന്ന ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കിയല്ല ആരെയും ബിഗ് ബോസിലേക്ക് എടുക്കുന്നത്. മറ്റു പല മാനദണ്ഡങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത വീഡിയോയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയാണ് വിളിക്കുക. അത് 4 പേർ ആയിരിക്കില്ല, ഒരു 30 50 ഒക്കെ വരെ എത്താൻ സാധ്യതയുണ്ട്. ആ വിളികളൊന്നും തന്നെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഏഷ്യാനെറ്റ് ടീമിൽ നിന്നും എനിക്ക് കിട്ടിയ മെസ്സേജ്. എന്നാൽ അത് ഈ ആഴ്ച തുടങ്ങും എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റിൽ നിന്ന് അടുത്ത പടിയായി ഒരു സൂം ഇന്റർവ്യൂ ആണ് ഉണ്ടാവുക. അവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, കോൺഫിഡൻസ് ആൻഡ് യുണീക്നെസ് ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. കാരണം ഒരുപോലെയുള്ള 2 പേരെയോ 4 പേരെയോ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ എന്താണ് സ്പെഷ്യൽ ആകുന്നത്, ഇതൊക്കെ എന്തായാലും അവർ അന്വേഷിക്കും, അവർ ചെക്ക് ചെയ്യും. അവിടെ വളരെ കോൺഫിഡന്റ് ആയി സത്യസന്ധമായി നിങ്ങൾ എന്താണ് പറയുക എന്നതാണ് അവർ നോക്കുന്നത്. കോൺഫിഡൻസ് ഇവിടെ മുഖ്യമാണ്. ചിലർക്ക് വീഡിയോയിലൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ റിയൽ ആയിട്ട് നേരിട്ട് ഇതൊന്ന് സംസാരിക്കാനൊക്കെ പറയുമ്പോൾ പലരും ഇൻട്രോവേർട്ട് ആകും, അല്ലെങ്കിൽ അവർക്ക് അന്നേരം ഒരു നാണക്കേടോ ഷൈ ഒക്കെ തോന്നാറുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ബിഗ് ബോസിൽ എടുത്താൽ എങ്ങനെയാണ് ശരിയാവുക? അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണല്ലോ. ഇനി അതിനുശേഷം, അതായത് ഈ ഒരു സൂം ഇന്റർവ്യൂവിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ ഉണ്ടാവുമല്ലോ, ആ പറയുന്ന കുറച്ച് വ്യക്തികളെ നേരിട്ട് ഇന്റർവ്യൂ നടത്തും. അത് കൊച്ചിയിലാകാനാണ് സാധ്യത. അവിടെ നിന്നാകും നിങ്ങളുടെ ഒരു ഓവറോൾ പ്രൊഫൈൽ നോക്കി സെലക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അല്ല ഞാൻ ഈ പറഞ്ഞ ഓവറോൾ പ്രൊഫൈൽ. ഇവിടെ പറഞ്ഞ ഓവറോൾ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ പഠനം, ഫാമിലി, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങാനും ഉണ്ടെങ്കിലോ, അപ്പോൾ ഇതൊക്കെ ഇവിടെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ ഈ ഒരാഴ്ച കാത്തിരിക്കുക. വെറുതെ കാത്തിരുന്നാൽ പോരാ. ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാറില്ലേ? അതുപോലെ നിങ്ങൾ തയ്യാറെടുക്കണം. നിങ്ങളുടെ ആദ്യത്തെ മത്സരം ഇത് തന്നെയാണ്. ആയിരങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ബിഗ് ബോസിലേക്കുള്ള ഒരു ഷോർട്ട് ലിസ്റ്റായി നിങ്ങൾ 2ാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് 3ാമത്തെ ഇന്റർവ്യൂയിലോട്ടൊക്കെ എത്തുമ്പോൾ നിങ്ങൾ അതിനായിട്ട് ഗ്രൂം ചെയ്യണം, നിങ്ങൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനൊക്കെയുള്ള ടിപ്സൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് കോമണേഴ്സ് ആയി പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം ഞാൻ കുറെ കൂടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മിസ്സാകാതിരിക്കാൻ സീരിയൽ ഗ്രാൻഡ്മയെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. വൺസ് അഗെയിൻ, no gossip, no വളച്ചൊടിക്കൽ, just a tea talk with serial grandma. See you.